നമസ്കാരം. ബഹുമാന്യരായ എല്ലാ പ്രേക്ഷകർക്കും ശ്രീഭദ്ര ജ്യോതിഷം ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ശനിയുടെ വക്രഗതിയിലുള്ള സഞ്ചാരം വരാൻ പോകുന്നു. അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. 2024 ജൂൺ 29 ശനി വക്രഗതിയിലേക്ക് മാറുന്നത്. നവംബർ 15 വരെ ഈ വക്രഗതി തുടരും. ശനിക്ക് രാശിമാറ്റം ഉണ്ടാകുന്നില്ല. ഇപ്പോൾ നിൽക്കുന്ന കുംഭൻ രാശിയിൽ തന്നെയാണ് ശനി പുറകോട്ട് സഞ്ചരിക്കുന്നതും ശേഷം നേർഗതിയിലേക്ക് വരുന്നതും. അപ്പം വളരെ വലിയൊരു ഫ്ലക്ച്വേഷൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നില്ല. എങ്കിൽ പോലും എല്ലാ രാശിക്കാരെയും ഈ മാറ്റം കുറച്ചൊക്കെ ബാധിക്കും. കാരണം ശനി എന്ന് പറയുന്നത് വലിയ സ്വാധീനം മനുഷ്യജീവിതത്തിലും പ്രകൃതിയിലുമൊക്കെ ചെലുത്താൻ കഴിവുള്ള ഒരു ഗ്രഹമാണ്. വലിയ ഗ്രഹവുമാണ്, ശക്തിയേറിയ ഗ്രഹമാണ്. ഒരുപാട് കാര്യങ്ങളുടെ, മനുഷ്യജീവിതത്തെ സംബന്ധിച്ചാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുടെ കാരകത്വം വഹിക്കുന്ന ഗ്രഹവുമാണ്. അത് നമ്മുടെ ഭൗതിക പുരോഗതി മുതൽ ആത്മീയ പുരോഗതി വരെയുള്ള എല്ലാ കാര്യങ്ങളും, ഇതിനിടയിലുള്ള, അതായത് നമ്മൾ ജനിച്ചു വീഴുമ്പോൾ മുതൽ നമ്മളുടെ ജീവിതം അവസാനിക്കുന്നവരെയുള്ള എല്ലാ കാര്യങ്ങൾക്കും സാക്ഷിയാണ് ശനി. ശനിയും ശനിയുടെ പുത്രൻ എന്നറിയപ്പെടുന്ന മാന്തി അല്ലെങ്കിൽ ഗുളികൻ, ഈ രണ്ടു പേരും ജീവിതത്തെ നിയന്ത്രിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന രണ്ട് ഗ്രഹങ്ങളാണ്. അതിൽ ഗുളികനൊരു സമയഭേദമാണ്, ഗ്രഹം എന്ന് അല്ലെങ്കിൽ ഉപഗ്രഹം എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ഒരു സമയഭേദമാണ്. എങ്കിലും സന്ദർഭവശാൽ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ ശനിയുടെ വക്രഗതിയിലുള്ള സഞ്ചാരം ആർക്കൊക്കെയാണ് വളരെ ഗുണകരമായിട്ട് മാറുന്നത്, അല്ലെങ്കിൽ പെട്ടെന്നുള്ള ധനഭാഗ്യ യോഗം സിദ്ധിക്കാനിടയുള്ള നക്ഷത്രക്കാരൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടെ പറയുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് രണ്ട് കാര്യമാണുള്ളത്. കുറേ ധനം പെട്ടെന്ന് കയ്യിലേക്ക് വന്നു ചേരുന്നു. ആ ധനം അവർക്ക് ഉപയോഗിച്ച് കടമൊക്കെ വീട്ടാനും ജീവിതത്തിനൊരു അടിത്തറ പാകാനും സാധിക്കും. അപ്പോൾ ഏതാണ്ട് ഒരു 4.5 മാസത്തോളം ശനിയുടെ ഈ വക്രഗതിയുണ്ട്. ഇതിനകത്ത് ഇവർക്ക് കുറേയേറെ കടം വീട്ടാനുള്ള അവസരങ്ങൾ വന്നു ചേരും ഈ പറയുന്ന നക്ഷത്രക്കാർക്ക്. ആ അവസരം അവർ നന്നായിട്ട് ഉപയോഗിക്കുകയും അവരുടെ കടങ്ങൾ വീട്ടാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് മറ്റ് ഗ്രഹങ്ങളുടെ ചലനങ്ങളും കൂടെ ചേർത്താണ്. ശനിയുടെ വക്രം മാത്രം എടുത്ത് കണക്കാക്കിയാൽ ആ സമയത്ത് മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥാനം കൂടെ കണക്കാക്കിയില്ലെങ്കിൽ അനുഭവങ്ങളിൽ വ്യത്യാസം ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് വ്യാഴത്തിൻ്റെയും ബുധൻ, ശുക്രൻ തുടങ്ങിയവരുടെയും പൊസിഷൻ കൂടെ ഏകദേശം കണക്കിലെടുത്താണ് ഈ ശനിയുടെ വക്രത്തിലുണ്ടാകുന്ന എഫക്റ്റ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കതിലേക്ക് കടക്കാം. നിലവിൽ മൂലത്രികോണ രാശിയായ കുംഭത്തിലാണ് ശനി സഞ്ചരിക്കുന്നത്. വക്രഗതിയിലാണെങ്കിലും ഈ മൂലത്രികോണത്തിൽ പുറകോട്ടാണ് സഞ്ചരിക്കുന്നത്. ഏകദേശം ഒരു നക്ഷത്രം പുറകോട്ട് വരും. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്ന ആ കനത്ത സ്വാധീനം, ശനിയുടെ സ്വാധീനം എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്ന് നമ്മൾ നോക്കുമ്പം, നമ്മൾ ഈ വക്രഗതിയിലുള്ള ഗ്രഹങ്ങളുടെ ഫലം പറയുമ്പം അതിനെപ്പറ്റി ഒരു പ്രമാണമുണ്ട്. അതിചാരേതു വക്രേതു പൂർവരാശിഗതം ഫലം എന്ന് പറഞ്ഞാൽ വക്രത്തിൽ ഇനി രാശി മാറുകയാണെങ്കിൽ പോലും പൂർവരാശിയുടെ ഫലമാണ് പറയേണ്ടത് എന്നൊരു പ്രമാണമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുംഭത്തിൽ നിൽക്കുന്ന ശനി ആ രാശിയിൽ തന്നെ, അല്ലെ ആ കൂറിൽ തന്നെ പുറകോട്ട് സഞ്ചരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ശനി രാശി മാറുമ്പോഴുള്ളതുപോലുള്ള വലിയൊരു അനുഭവ വ്യത്യാസം ഉണ്ടാകുന്നില്ല. എങ്കിലും കുറേ നക്ഷത്രക്കാർക്ക് പെട്ടെന്ന് ധനം വന്നു ചേരുന്ന ഒരു സമയമാണ് ഇത്. അപ്പോൾ അതിനെപ്പറ്റിയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആരൊക്കെയാണ് ഈ ഭാഗ്യവാന്മാരായ നക്ഷത്രക്കാർ? ശനിയെക്കൊണ്ട്, ശനിയുടെ ചലനം മൂലം ഭാഗ്യം ഉണ്ടാകുന്ന നക്ഷത്രക്കാർ ആരൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേത് മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാരാണ്. അപ്പോൾ ഈ നക്ഷത്രക്കാർക്ക് 11ലാണ് ശനി ഇപ്പം സഞ്ചരിക്കുന്നത്. 11ലാണ് കുംഭക്കൂർ എന്ന് പറയുന്നത്, അല്ലെ കുംഭൻ രാശി എന്ന് പറയുന്നത് മേടക്കൂറുകാരുടെ 11ാം ഭാവമാണ്. അവിടെയാണ് ശനി സഞ്ചരിക്കുന്നത്. അപ്പോൾ 11ൽ ശനി എന്ന് പറയുന്നത് ഭാഗ്യമുള്ള കാലമാണ്. പക്ഷേ നമ്മളിത് അധികം തിരിച്ചറിയുന്നില്ലായിരുന്നു. ഈ 11ലെ ശനിയുടെ ഭാഗ്യം കുറേ പേരെങ്കിലും തിരിച്ചറിയാതെ ഉണ്ട്. കാരണം അത് വളരെ റുട്ടീനായിട്ട് ഇങ്ങനെ വന്ന് കടന്നുപോയി. നമ്മൾ അവസരങ്ങൾ പലതും വന്നു പോയിട്ടുണ്ടാവും. നേരത്തെ ഞാൻ ഈ ശനി 11ലേക്ക് വന്ന സമയത്ത്, കുംഭത്തിലേക്ക് വന്ന സമയത്ത് മേടക്കൂറുകാരുടെ ഫലം പറഞ്ഞിരുന്നു. വളരെ ഗുണകരമായൊരു സമയമാണ്. അത് കുറേ പേരൊക്കെ അത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. കുറേ പേര് അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയവരും ഉണ്ട്. അവസരങ്ങൾ വന്നിട്ടും ഉപയോഗിക്കാതെ പോയവരും ഉണ്ട്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ മേടക്കൂറിൽപ്പെടുന്ന ഈ അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർക്ക് ഒരുപാട് അവസരങ്ങൾ തുറന്നു നൽകുന്നതാണ് വീണ്ടും.
കാരണം ഈ ശനിക്കൊരു മാറ്റം ഉണ്ടാകുമ്പോൾ നമ്മുടെ ലൈഫിലും ഒരു ചേഞ്ച് ഉണ്ടാകും. വിഷമം വരുന്നതായിട്ടാണ് ആദ്യം നമുക്ക് തോന്നുന്നത്, പക്ഷേ അതിൻ്റെ പിന്നിലൊരു അവസരം കൂടെ ഉണ്ടായിരിക്കും. പല തെറ്റുകളും അബദ്ധങ്ങളും ഒക്കെ തിരുത്തി മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ്. അതാണ് ഏറ്റവും പ്രധാനം എന്നുള്ളത്. നമുക്ക് നേരത്തെ ചില അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ട് കാണും. അപ്പോൾ അതൊക്കെ തിരുത്തി പുതിയ ഒരു പാത കണ്ടുപിടിക്കാനായിട്ട് ഏറ്റവും പറ്റിയ അവസരമാണ് ശനിയുടെ ഈ വക്രഗതിയിലുള്ള സഞ്ചാരം. ഈ മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തികക്കാർക്ക് കൃഷിയിലൂടെയുള്ള സാമ്പത്തിക നേട്ടത്തിന് സാധ്യതയുണ്ട്. കാർഷിക ഉൽപ്പന്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ കാർഷിക ഉപകരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതോ ആയ വ്യാപാരങ്ങൾക്ക് ഗുണകരമാണ്. അതേപോലെ തന്നെ യന്ത്രങ്ങളും മറ്റും വിൽക്കുന്നവർക്ക് ഈ സമയം വളരെ ഗുണകരമാണ്. ശനി വക്രത്തിലാണെങ്കിലും രാശി മാറുന്നില്ല. അപ്പോൾ ഈ ഒരു സമയത്തുള്ള പ്രത്യേകത കൊണ്ട് മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥാനം കൂടെ കണക്കിലെടുത്താൽ നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയിരുന്ന ധനം തിരിച്ചു കിട്ടാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ കടം വാങ്ങിയിരുന്ന ആൾക്കാർ നമുക്കത് പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് അത് തിരിച്ചു തരാനുള്ള സാധ്യതയുണ്ട്. നമ്മളൊരു പക്ഷേ അത് പോയി എന്ന് വിചാരിച്ചിരിക്കുകയായിരിക്കും, അത് പക്ഷേ തിരിച്ചു കിട്ടും. സുഹൃത്തുക്കളിൽ നിന്നും കുറേ സഹായങ്ങളൊക്കെ കിട്ടും. സമ്പാദ്യത്തിൽ വർധനവുണ്ടാകും. പുതിയ സ്രോതസ്സുകളിൽ നിന്നും പണം വന്നെത്തും. സാഹിത്യരചനയാകാം, കലാപ്രവർത്തനങ്ങളാകാം, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു സൈഡ് ബിസിനസ് ചെയ്ത് ഇലക്ട്രോണിക്സോ അല്ലെങ്കിൽ എന്തെങ്കിലും യന്ത്രങ്ങളൊക്കെ ഉണ്ടാക്കി വിൽക്കുന്ന എന്തെങ്കിലും, അല്ലെങ്കിൽ ഭൂമിയിൽ ഏതെങ്കിലും ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുക, കെട്ടിടമാകാം അല്ലെങ്കിൽ പ്രതിമയാകാം, അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിലൂടെ ധനം ഉണ്ടാകാം. പൊതുവെ ആത്മവിശ്വാസം വർദ്ധിക്കും. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ വിലമതിക്കപ്പെടുന്ന കാലമാണ്. ബിസിനസ്സിലാണെങ്കിൽ ഒരു ഉയർച്ചയ്ക്ക് സാധ്യതയുണ്ട്. നമ്മുടെ അഭിപ്രായങ്ങൾ കൊണ്ട് ആ സ്ഥാപനത്തിന് ലാഭം ഉണ്ടാകാനും അതുവഴി നമ്മുടെ കരിയറിലൊരു ഉയർച്ചയ്ക്കുമൊക്കെ സാധ്യതയുണ്ട്. ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ അലട്ടാൻ സാധ്യതയുണ്ട്. ശനിയെ കൊണ്ടുള്ള ഫലം നമ്മൾ കണക്കാക്കുമ്പം പരിപൂർണമായിട്ടും വ്യാഴം കൊണ്ടുള്ള ഫലം പോലെ അല്ല. വ്യാഴമാണെങ്കിൽ പൂർണ്ണ ശുഭഫലമാണ് എപ്പോഴും തരുന്നത്. ഏതാനും ചില രാശികളിൽ നിൽക്കുമ്പോൾ മാത്രമേ ഉള്ളൂ വ്യാഴം ദോഷഫലം നൽകുന്നത്. ശനി അങ്ങനെയല്ല. ശനി ഒരുപാട് ശുഭഫലങ്ങൾ തരുമെങ്കിലും ധനപരമായിട്ടൊക്കെ ഗുണമായിരിക്കും. ആരോഗ്യപരമായിട്ടും അതുപോലെ തന്നെ മറ്റുള്ളവരുമായിട്ടുള്ള ഇടപാടുകളുണ്ടല്ലോ, അതിലൊന്നും അത്ര ഗുണകരമാകണമെന്നില്ല. അതാണ് ശനിയുടെ ഒരു പ്രത്യേകത. അതുപോലെ വ്യാഴം നൽകുന്ന ഐശ്വര്യം എന്നൊക്കെ പറയുന്നത് കുറേ കാലം നിൽക്കുന്ന ഐശ്വര്യമാണ്. ശനി നൽകുന്ന ഐശ്വര്യങ്ങളെന്ന് പറയുന്നത് അതിൻ്റെ പിന്നിൽ നമുക്ക് പഠിക്കാനുള്ള എന്തെങ്കിലും ഒരു പാഠവും കൂടെ തരും. ആത്മീയ ചിന്താഗതി വളർത്തുക എന്നുള്ളതാണ് ശനിയുടെ ഒരു ഫലം എന്ന് പറയുന്നത്, ശനിയുടെ എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ദാമ്പത്യ ജീവിതത്തിൽ പൊതുവെ സന്തോഷം നിലനിൽക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും. നേരിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും മറ്റ് ഗ്രഹങ്ങളുടെ മൂവ്മെൻ്റ് അനുസരിച്ച്. സാമൂഹ്യ ബന്ധങ്ങളിൽ വളരെ വ്യത്യസ്തമായ വീക്ഷണം പുലർത്തും. സാധാരണ എല്ലാവരും സാമൂഹ്യ പ്രവർത്തനം നടത്തുന്നവരായിരിക്കില്ല. നമ്മൾ സമൂഹത്തിലെ ചില തീരെ താഴ്ന്നു കിടക്കുന്ന ചില വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നതും അതിലൂടെ പ്രശസ്തി നേടുന്നതുമായ ക്രിയകൾ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതോടൊപ്പം തന്നെ നമുക്ക് ശനി മാറുന്നതോടൊപ്പം തന്നെ മറ്റ് ഗ്രഹങ്ങളുടെ കാര്യം കൂടെ ഒന്ന് നോക്കാം. ഇപ്പോൾ ശനിയുടെ വക്രം കൊണ്ട് ഉണ്ടാകാനിടയുള്ള ഫലമാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും സാമ്പത്തിക ലാഭം ഉണ്ടാകും. ഈ സമ്പത്തിനെ നമ്മൾ എന്ത് ചെയ്യണം? ബുദ്ധിപൂർവ്വം വിനിയോഗിക്കണം. അമിതമായിട്ട് ചിലവ് ചെയ്ത് കളയാതെ കുറേ ഭാഗം നിക്ഷേപിക്കണം. അതുപോലെ തന്നെ കുറച്ച് ഭാഗം നമുക്ക് ഷെയർ പോലുള്ളതിൽ ഒരു 20% നമുക്ക് കിട്ടുന്ന ലാഭത്തിൻ്റെ ഒരു 10% അല്ലെങ്കിൽ 20% വരെയുള്ള തുക വേണമെങ്കിൽ നമുക്ക് ഷെയർ മാർക്കറ്റിലോ മ്യൂച്വൽ ഫണ്ടിലോ ഒക്കെ നിക്ഷേപിക്കാൻ പറ്റിയ സമയമാണ്. അതിൽ നിന്ന് ലാഭമുണ്ടാകാം. അതേപോലെ തന്നെ പുതിയ എന്തെങ്കിലും ഒരു ബിസിനസ് നമ്മളിപ്പോൾ ചെയ്യുന്ന മെയിൻ ബിസിനസ്സിൻ്റെ കൂടെ തന്നെ ചെയ്തു നോക്കാവുന്നതാണ്. അതിൽ നിന്നും ലാഭം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ലോട്ടറി ഭാഗ്യം പരീക്ഷിക്കുന്നവർക്ക് ആ ലോട്ടറി കിട്ടാനുള്ള ഒരു സാധ്യതയും ഈ ശനിയുടെ വക്രകാലത്ത് ഉണ്ട്. ഏത് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർക്ക്. കാരണം 11 ശനി സഞ്ചരിക്കുന്നു. അപ്പോൾ നേരത്തെ ഈ ഭാഗ്യമൊക്കെ ഒരല്പം സ്റ്റാഗ്നൻ്റ് ആയിട്ട് അല്ലെങ്കിൽ നിശ്ചലമായിട്ട് നിൽക്കുന്നു എന്ന് തോന്നിയ ആൾക്കാർക്ക് ശനി വീണ്ടും പുറകോട്ട് ചലിച്ചിട്ട് മുന്നോട്ട് ചലിക്കുമ്പോൾ ആ ഭാഗ്യത്തിൻ്റെ ഒരു ഓളം നമ്മുടെ ജീവിതത്തിൽ കൂടെ കടന്നു പോകുന്നതായിട്ട് അനുഭവപ്പെടും. അതുകൊണ്ട് ഈ സമയത്ത് ചെറിയൊരു തുക ഭാഗ്യ പരീക്ഷണത്തിനായിട്ട് വിനിയോഗിക്കുന്നതിൽ തെറ്റൊന്നുമില്ല.
നല്ലൊരു അളവ് ആൾക്കാർക്ക്, അതായത് ജാതകത്തിലും കൂടെ ശനി അനുകൂലമായിട്ടുണ്ടെങ്കിൽ, കുറേയെങ്കിലും അനുകൂലമാണെങ്കിൽ ആ ആളുകൾക്കൊക്കെ ചെറുതോ വലുതോ ആയ സമ്മാനങ്ങൾ കിട്ടാനുള്ള സാധ്യത തീർച്ചയായിട്ടും ഉണ്ട്. കാരണം അത് പറയാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ ബുധൻ്റെയും ശുക്രൻ്റെയും ഒക്കെ ഭാവം കൂടെ നോക്കിയിട്ടാണ്. ജൂൺ 29 ബുധൻ കർക്കടകത്തിലോട്ട് മാറും, അതായത് മേടക്കൂറിൻ്റെ 4-ാം ഭാവത്തിലേക്ക് മാറും. 4-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ബുധന് ധനഭാഗ്യയോഗവും കുടുംബത്തിനും ബന്ധുക്കൾക്കുമൊക്കെ ശ്രേയസ്സും നൽകുന്ന, അല്ലെ അഭിവൃദ്ധിയും നൽകുന്ന ഒരു ഗ്രഹ അവസ്ഥയാണ്. അതുപോലെ തന്നെ രാശിനാഥനായ ചൊവ്വ മൂലത്രികോണ ക്ഷേത്രത്തിൽ മേടത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതും മേടക്കൂറുകാർക്ക് ഗുണകരമാണ്. പിന്നെ ശുക്രൻ ജൂലൈ 7 കർക്കടകത്തിലേക്ക് വരുമ്പോൾ ഈ മേടക്കൂറുകാരുടെ 4-ലേക്കാണ് വരുന്നത്. ബന്ധുജന ഗുണം വർദ്ധിക്കും, അധികാരശക്തി വർദ്ധിക്കും, ധനവും വന്നു ചേരും. അതിനുശേഷം ശുക്രൻ 5-ാം ഭാവത്തിലേക്ക് കടക്കുന്നു. ഏതാണ്ട് 28 ദിവസം കഴിയുമ്പോഴത്തേക്കും ശുക്രൻ കർക്കടകം കഴിഞ്ഞ് ചിങ്ങത്തിലേക്ക് കടക്കും. അപ്പോൾ 5-ലേക്ക് ശുക്രൻ വരുന്നതും ഗുണകരമാണ്. അതുപോലെ തന്നെ പ്രധാനമായിട്ടും വ്യാഴം, ധനകാരകനും ഐശ്വര്യദായകനും ഒക്കെ ആയ, ദൈവാധീനത്തിൻ്റെ കാരകനൊക്കെ ആയ വ്യാഴം എവിടെയാണ് സഞ്ചരിക്കുന്നത്? മേടക്കൂറുകാരുടെ 2-ാം ഭാവത്തിൽ അല്ലെങ്കിൽ ധനഭാവത്തിൽ. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ ഒന്ന് വായിച്ച് നോക്കുമ്പോഴത്തേക്കും ധനഭാഗ്യ യോഗം തീർച്ചയായിട്ടും അവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ 2-3 മാസം ഈ ശനി വക്രത്തിൽ സഞ്ചരിക്കുന്ന ഏതാനും മാസങ്ങൾ മറ്റ് ഗ്രഹങ്ങളുടെ അവസ്ഥ കൊണ്ടും നമുക്ക് ധനഭാഗ്യയോഗമുണ്ട് മേടക്കൂറിൽപ്പെടുന്ന അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർക്ക്. അതുകൊണ്ടാണ് ചെറിയൊരു തുക, വലിയൊരു തുകയൊന്നും മുടക്കാൻ പാടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 100% ശനിയെ കൊണ്ടുള്ള ഭാഗ്യം ഞാൻ പറഞ്ഞല്ലോ, 100% നമുക്ക് അങ്ങോട്ട് വിശ്വസിക്കാനൊക്കെ. അതുകൊണ്ട് നമ്മളൊരു ചെറിയൊരു എമൗണ്ട്, നമ്മുടെ വരുമാനത്തിലെ ചെറിയൊരു ഭാഗം ഭാഗ്യപരീക്ഷണത്തിന് ഉപയോഗിക്കാം. അതായത് ഏതെങ്കിലും രീതിയിലുള്ള ഭാഗ്യ അനുഭവങ്ങൾക്ക് അത് ഇടവരുത്തും. പൊതുവെ ഒരു സാമ്പത്തിക സ്ഥിരതയുണ്ടാകും. കടങ്ങൾ നല്ലൊരു അളവ് വരെ വീട്ടാനും സാധിക്കും. അതുകൊണ്ട് കടം ഉള്ളവർ കടം വീട്ടാനായിട്ട് ഈ സമയത്ത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതോടൊപ്പം കുറച്ച് നെഗറ്റീവായിട്ടുള്ള കാര്യം കൂടെ പറഞ്ഞു പോവാം. ചെറിയ തോതിലുള്ള തടസ്സങ്ങൾക്ക് സാധ്യതയുണ്ട്. അതായത് ഏതൊരു കാര്യത്തിന് ഇറങ്ങിയാലും ഒന്നുകിൽ ഈ തടസ്സം എന്ന് പറയുന്നത് ഏഴരശനിയിലോ കണ്ടകശനിയിലോ ഉള്ള തടസ്സം പോലെയല്ല. ഈ തടസ്സം എന്ന് പറയുന്നത് ഇപ്പം നമ്മളൊരു വഴിക്ക് പോകാൻ ഇറങ്ങുന്നു, ഉടനെ ആയിരിക്കും നമുക്കൊരു പരിചയക്കാരനെതിരെ വരുന്ന സംസാരം തുടങ്ങുന്നു. നമുക്ക് ഉദ്ദേശിക്കുന്ന സമയത്ത് പോകാൻ പറ്റുന്നില്ല, അയാളെ ഒട്ട് ഒഴിവാക്കി വിടാനും പറ്റിയില്ല ആ വ്യക്തിബന്ധം വെച്ചുകൊണ്ട്. ഇങ്ങനെയുള്ള രീതിയിൽ. അതുപോലെ തന്നെ നമ്മളൊരു അഭിപ്രായം ഒരാളോട് ഒരു ഫയലിൽ എഴുതുന്ന ഒരു ഉദ്യോഗസ്ഥനാണെന്നിരിക്കട്ടെ, അപ്പം നമ്മുടെ ഒരു സുഹൃത്തോ അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥനോ പറയുന്നു അങ്ങനെ എഴുതിയാൽ പ്രശ്നമാണ്, അപ്പം നമുക്കത് ചേഞ്ച് ചെയ്യണോ വേണ്ടയോ എന്നുള്ള ഒരു തടസ്സം. അപ്പോൾ ഇങ്ങനെ വലിയൊരു തടസ്സം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എങ്കിലും ഏതൊരു കാര്യത്തിലും ചെറിയ ചെറിയ തടസ്സങ്ങൾ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കും. ഈ ഭാഗ്യയോഗം വരുമ്പോഴും ആ ഒരു തടസ്സത്തിൻ്റെ എഫക്റ്റ് അവിടെ ഉണ്ടാകും. അപ്പോൾ നമുക്ക് ലോട്ടറി അടിച്ച് കുറച്ച് പൈസ കിട്ടാനുണ്ടെങ്കിൽ മിക്കവാറും ലോട്ടറിക്കാരൻ്റെ നിന്ന് നേരിട്ട് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പൈസ കാണും അത്. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ജില്ലാ ലോട്ടറി ഓഫീസിൽ പോയി അത് വാങ്ങിക്കേണ്ടി വരും. അങ്ങനെയുള്ളൊരു തടസ്സം, പെട്ടെന്ന് നമ്മുടെ കയ്യിലേക്ക് ധനം എത്താനായിട്ട് ചെറിയൊരു ബ്ലോക്ക് ഉണ്ടായേക്കാം. അതുപോലെ തന്നെ ഈ ബുധന് 5-ൽ സഞ്ചരിക്കുന്ന സമയമുണ്ട്. ഇപ്പം 4-ലേക്കാണല്ലോ മാറുന്നത്, കർക്കടകത്തിലേക്ക് മാറുന്നതിന് ശേഷം ബുധൻ ചിങ്ങത്തിൽ വരുമ്പോഴത്തേക്കും വീട്ടിൽ കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ജൂലൈ 12-ാം തീയതി ചൊവ്വ ഇടവൻ രാശിയിലേക്ക് കടക്കുന്നു. അപ്പോൾ മനസ്സിന് കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടായേക്കാം. അപ്പോൾ അതുകൊണ്ട് രാശിക്കാരെ ഓർക്കേണ്ടത്, മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തികക്കാർ അവർക്ക് ധനഭാഗ്യയോഗം നല്ലപോലെയുണ്ട്. പക്ഷേ ഈ സമ്മർദ്ദങ്ങളെ അതിജീവിക്കാനുള്ള കഴിവ് കൂടി അവർ നേടണം. അതിനുവേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കുക. അപ്പം കടങ്ങളൊക്കെ അടച്ചു തീർക്കുക, സാമ്പത്തികമായിട്ട് സുരക്ഷിതത്വം കൈവരിക്കുക, ബാങ്കിൽ കുറച്ച് പൈസയൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുക. അതുപോലെ ബാങ്കിൽ റിക്കറിംഗ് ഡെപ്പോസിറ്റ് ഉണ്ട്, അല്ലെ പോസ്റ്റ് ഓഫീസിലുണ്ട് ഡെപ്പോസിറ്റ്, അതിലൊക്കെ ചേരുക. സമ്പാദ്യ പദ്ധതികളൊക്കെ ചേർന്ന് ജീവിതം കുറച്ച് സുരക്ഷിതമാക്കി മുന്നോട്ട് പോവുക. ഇവർ ശാസ്താവിനും ഗണപതി ഭഗവാനും വഴിപാടുകൾ ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. ശനിയുടെ ഈ വക്രകാലത്ത് പക്കപ്പിറന്നാളിനോ അല്ലെങ്കിൽ ശനിയാഴ്ചകളിലോ ഒക്കെ മേടക്കൂറുകാർ ശാസ്താവിന് വഴിപാട് ചെയ്യുക. നീരാഞ്ജനം നടത്താൻ കഴിയുമെങ്കിൽ ആദ്യ ശനിയാഴ്ച, മാസത്തിലെ ആദ്യ ശനിയാഴ്ച നീരാഞ്ജനം നടത്തുക. പിന്നെ എള്ളുപായസം വഴിപാടും നടത്താം. നമുക്ക് സാമ്പത്തികമായിട്ടൊക്കെ നല്ല സൗണ്ട് ആണെങ്കിൽ, നമുക്ക് സാമ്പത്തികമായിട്ട് വളരെ നല്ല നിലയിലാണെങ്കിൽ എള്ളുപായസം പോലുള്ള അല്പം ചിലവ് കൂടിയ വഴിപാടൊക്കെ നമുക്ക് നടത്താം. ഗണപതിക്ക് മുക്കുറ്റി അർച്ചന ചെയ്യുന്നത് കാര്യവിഘ്നങ്ങളൊക്കെ മാറാനായിട്ട് വളരെ ഉത്തമമാണ്.
ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിക്കുന്നത് അർഹമായ ജോലി ലഭിക്കാനും കർമ്മരംഗത്ത് എതിർപ്പുകൾ ഉണ്ടാകാതെയും സഹായിക്കും. വ്യാഴത്തിൻ്റെ ആനുകൂല്യത്തിനായിട്ട് വ്യാഴം 2ലേക്ക് വരിക. മേടം രാശിക്കാരുടെ 2ലാണല്ലോ വ്യാഴം സഞ്ചരിക്കുന്നത്. ആ വ്യാഴത്തിൻ്റെ ആനുകൂല്യം നമ്മളിലേക്ക് എത്തിച്ചേരാനായിട്ട് വിഷ്ണു ഭഗവാന് തുളസിമാല സമർപ്പിക്കുക. ധനഭാഗ്യം വർദ്ധിക്കാനായിട്ട് അത് വളരെ ഉത്തമമാണ്. അപ്പോൾ അതാണ് അശ്വതി ഭരണി കാർത്തികയുടെ ഫലം. അടുത്തത് ധനുക്കൂറുകാരാണ്. മൂലം പൂരാടം ഉത്രാടം. മൂലം പൂരാടം ഉത്രാടം നക്ഷത്രക്കാർക്കാണ് ശനിയുടെ ഈ സഞ്ചാരം അനുകൂലമായിട്ട് വരുന്നത്. അപ്പോൾ ശനി വക്രം എന്ന് പറയുമ്പോൾ പൂർവരാശിഗതം ഫലം എന്നുള്ള പ്രമാണമാണ് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. അതായത് ധനുക്കൂറുകാരെ സംബന്ധിച്ച് 3ലാണ് ശനി സഞ്ചരിക്കുന്നത്. അപ്പോൾ വക്രത്തിലാണെങ്കിലും 3ൽ നിൽക്കുന്ന ഫലം, അതിലൊരു ചലനമാണ് ഉണ്ടാകുന്നത്. 3ൽ ശനി മുടി ചൂടും എന്നാണ് പ്രമാണം. മുടി ചൂടും എന്ന് പറഞ്ഞാൽ എന്താണ്? രാജാവിനെ പോലെ ജീവിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ധനഭാഗ്യയോഗം ഉണ്ടാകും. നേരത്തെ മേടരാശിക്കാരുടെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്, മേടക്കൂറിൽപ്പെട്ടവരുടെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്. നമ്മൾ കുറേ കാലമായിട്ട് ശനി ഇങ്ങനെ ഒരേ രാശിയിൽ തന്നെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് മുന്നോട്ട്. അപ്പോൾ ഇപ്പം നമ്മൾ തിരിച്ചറിയുന്നില്ല അവസരങ്ങൾ വരുന്നതും പോകുന്നതും. ഒരുപക്ഷെ ശനിയുടെ ട്രാൻസിറ്റിൻ്റെ സമയത്ത് നമ്മൾ കുറേ അവസരങ്ങളൊക്കെ ഉപയോഗിച്ച് കാണും. ഇപ്പോൾ പക്ഷേ അതിനെപ്പറ്റി ശ്രദ്ധിക്കാറില്ല. ശനി പെട്ടെന്ന് വക്രത്തിലാകുമ്പോഴത്തേക്കും ലൈഫിന് കുറച്ച് മാറ്റങ്ങൾ, അല്പം മാനസിക സമ്മർദ്ദം, കുറച്ച് പ്രതിസന്ധികൾ ഒക്കെ ഉണ്ടാകും. അപ്പോഴാണ് വീണ്ടും നമ്മൾ ജീവിതത്തെ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ വീണ്ടും അവസരങ്ങൾ കണ്ടെത്തും. അതുകൊണ്ട് മൂലം പൂരാടം ഉത്രാടം നക്ഷത്രക്കാർ, അവർക്ക് 7 ശനിയുടെ ദോഷമൊക്കെ മാറി ഫ്രഷായിട്ട് നിൽക്കുന്ന സമയമാണ്. മുടി ചൂടാൻ യോഗമുള്ള ഈ സമയം നന്നായിട്ട് ഉപയോഗിക്കുക. സമ്പത്ത് വരാനുള്ള ശക്തമായ സാധ്യതകളാണ് അവർക്കുള്ളത്. ബാങ്ക് ബാലൻസൊക്കെ വർദ്ധിക്കാൻ യോഗമുണ്ട്. തൊഴിൽ മേഖലയിലുള്ളവർക്ക് സമയം വളരെ അനുകൂലമാണ്. പ്രൊമോഷനൊക്കെ കിട്ടും. ശമ്പള വർധനവുണ്ടാകും. ഭാഗ്യം ഉപയോഗിച്ച് തന്നെ പല മേഖലകളിലും ജോലി നേടാനായിട്ട് സാധിക്കും. ഇൻ്റർവ്യൂവിലും ടെസ്റ്റിലുമൊക്കെ ആ ഭാഗ്യത്തിൻ്റെ എലമെൻറ്റ് നമ്മളെ തുണയ്ക്കും. ആരോഗ്യം മെച്ചപ്പെടും. പിന്നെ അവരുടെ ഈ ഉറങ്ങിക്കിടന്ന ഭാഗ്യം ഉണരും എന്ന് പറയാം. അതായത് ഇത്രയും നാൾ നമ്മൾ തിരിച്ചറിയാതിരുന്ന ആ ഭാഗ്യം നമ്മളിലേക്ക് പെട്ടെന്ന് വരുന്നത് നമുക്ക് അറിയാൻ സാധിക്കും. നേരത്തെ മുടങ്ങിക്കിടന്ന പല പ്രവർത്തനങ്ങളും പുനരാരംഭിക്കാനായിട്ട് സാധിക്കും. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനമൊക്കെ വീണ്ടും ഊർജിതമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. പൊതുവെ വരുമാനം വർദ്ധിക്കുന്ന സമയമാണ്. സ്ഥാനമാനങ്ങളും പണവും സമൂഹത്തിലുള്ള ബഹുമാനവും, സാമൂഹ്യ ബഹുമാനമൊക്കെ നമുക്ക് ലഭിക്കും. നേതൃത്വം വഹിക്കാൻ സാധിക്കും. പല കാരുണ്യ പ്രവർത്തനങ്ങൾക്കും ആത്മീയ കാര്യങ്ങൾക്കും നേതൃത്വം വഹിക്കാനായിട്ട് സാധിക്കും. കുടുംബജീവിതത്തിൽ സാമാന്യം സന്തോഷമുണ്ടാകും. പക്ഷേ വീട് വിട്ടു നിൽക്കേണ്ട അവസ്ഥകളും ഉണ്ടാകും. പണം നമുക്കൊരു നിക്ഷേപമായിട്ട് ചെയ്യണമെങ്കിൽ ബാങ്കിലോ അല്ലെങ്കിൽ ധനകാര്യ സ്ഥാപനങ്ങളിലോ പോസ്റ്റ് ഓഫീസിലോ ഒക്കെ നിക്ഷേപിക്കണമെങ്കിൽ അനുകൂലമായ സന്ദർഭമാണ്. ഭാവിയിൽ നല്ല റിട്ടേൺ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഷെയർ മാർക്കറ്റിലേക്ക് പോകണം എന്ന് നമ്മൾ ധനുക്കൂറുകാരെ സംബന്ധിച്ച് ഉപദേശിക്കുന്നില്ല. കാരണം അവരെ സംബന്ധിച്ച് കുറച്ചൊരു റിസ്ക് എലമെൻ്റ് ഉണ്ട്. അതുകൊണ്ടാണ്. പിന്നെ ശനി 3ൽ സഞ്ചരിക്കുമ്പോഴുള്ള ഒരു നെഗറ്റീവ് സൈഡും കൂടെ പറയാം. നമുക്ക് പ്രതികൂലമായ അല്ലെ ദുഃഖം ഉണ്ടാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ 3ലെ ശനി വക്രത്തിൽ സഞ്ചരിക്കുമ്പം എന്തെങ്കിലും കാര്യത്തിൽ നമ്മൾ നന്നായിട്ട് സന്തോഷിച്ചിരിക്കുമ്പോൾ പെട്ടെന്നൊരു ദുഃഖം കയറി വരും. അതായത് നമ്മളിപ്പം നല്ലൊരു സമ്മാനം കിട്ടി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നല്ല മത്സരത്തിൽ വിജയിച്ചു, ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് മറ്റെന്തെങ്കിലും ഒരു നഷ്ടമുണ്ടായി എന്ന് അറിയുന്നത്. മറ്റേതെങ്കിലും നമ്മൾ സ്നേഹിച്ചിരുന്ന ഒരു വസ്തു അത് നഷ്ടപ്പെട്ടു പോയി, നമ്മൾ പെട്ടെന്ന് ഡൗൺ ആവും. പെട്ടെന്ന് മനസ്സങ്ങ് ഇടിഞ്ഞു പോവും. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു മോശം വാർത്ത കേൾക്കുന്നു, അല്ലെങ്കിൽ നമ്മളെപ്പറ്റി എന്തെങ്കിലും ഒരാൾ മോശമായിട്ട് സംസാരിക്കുന്നത് നമ്മൾ കേൾക്കുന്നു, അല്ലെങ്കിൽ നമ്മളോട് നേരിട്ട് സംസാരിക്കുന്നു. പെട്ടെന്ന് ഇതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല എന്ന് നമുക്കറിയാമെങ്കിൽ പോലും ഇത് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു മനസ്സിന് പെട്ടെന്ന് ഒരു നിരാശ അല്ലെങ്കിൽ ഒരു സങ്കടം ഫോം ചെയ്യും. ഇതാണ് 3ലെ ശനിയുടെ മറ്റൊരു പ്രത്യേകത, വക്രത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ. എങ്കിലും ധനുക്കൂറുകാരെ സംബന്ധിച്ച് ഐശ്വര്യം ഉണ്ടാക്കുന്ന മറ്റ് ഗ്രഹസ്ഥിതികളുമുണ്ട്. ജൂലൈ 12 ചൊവ്വ 6ാം ഭാവമായ ഇടവത്തിലേക്ക് വരുമ്പം ഈ 6ലെ ചൊവ്വ എന്ന് പറയുന്നത് സ്വർണം, ചെമ്പ് തുടങ്ങിയ ലോഹങ്ങളുടെ ലാഭം, അതുപോലെ തന്നെ ശത്രുക്കളെ പരാജയപ്പെടുത്താൻ സാധിക്കുക, ശത്രുക്കളിൽ നിന്ന് പോലും ധനം വരുത്താൻ സാധിക്കുക. അതായത് നമുക്കൊരു പരാക്രമശീലം കൊണ്ട് ശത്രുക്കളിൽ നിന്ന് ധനം പിടിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പം നമ്മളിപ്പം പോയി കൊള്ളയടിച്ചെടുക്കുക എന്നുള്ളതല്ല. പണ്ടൊക്കെ രാജാക്കന്മാർ ശത്രുവിനെ
ആക്രമിച്ച് കീഴടക്കി ധനം എടുക്കുമായിരുന്നു. ഇപ്പം ഈ 6 ചൊവ്വ എന്ന് പറയുന്നത് കേസ് നടത്തിയും ഒക്കെ നമുക്ക് ശത്രുക്കളെ പരാജയപ്പെടുത്തി നമുക്ക് അർഹമായ ധനം പിടിച്ചെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ജൂൺ 29 ബുധൻ 8-ാം ഭാവത്തിലോട്ട് വരുമ്പോൾ ധനലാഭം ഉണ്ടാകും, കാര്യവിജയം ഉണ്ടാകും, വജ്രലാഭം ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ വിലയേറിയ വസ്തുക്കൾ കൈവശമാകും എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ ജൂലൈ 7 ശുക്രൻ 8-ലേക്ക് വരുമ്പോൾ 8-ാം ഭാവത്തിലേക്ക് വരുമ്പോൾ വീട്ടിലേക്കുള്ള ഉപകരണങ്ങൾ വാങ്ങിക്കാനും ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും രത്നങ്ങളും ആഭരണങ്ങളും ഒക്കെ വാങ്ങിക്കാനും സാധിക്കും. എല്ലാവരും പോയി രത്നം വാങ്ങിക്കുന്നു എന്നുള്ളതല്ല, നമുക്ക് വിലപിടിപ്പുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ സുന്ദരമായ വസ്തുക്കൾ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഭൗതികമായ കുറേ നേട്ടങ്ങൾ ഉണ്ടാകും. എങ്കിലും ഈ സമയത്ത് ഭാഗ്യം കുറയുന്ന ഒരു ഗ്രഹാവസ്ഥ കൂടെ ഉണ്ട്. ആർക്കാണ്? ധനുക്കൂറുകാർക്ക്. എന്താണ്? വ്യാഴം അവരുടെ 6-ാം ഭാവത്തിൽ സഞ്ചരിക്കും. മനസ്സിനെ വിഷമിപ്പിക്കുന്ന കുറച്ച് സംഭവങ്ങൾ ഉണ്ടാകും. ചെറിയ രോഗബാധകളൊക്കെ ഉണ്ടായേക്കാം. എങ്കിൽ പോലും സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്ന് ഈ മകയിരം, തിരുവാതിര, ഉണർതം രാശിക്കാർക്ക് ആശ്വാസം കിട്ടുന്ന ഒരു സമയമാണ് എന്നുള്ളത് പ്രത്യേകം പറയാനുണ്ട്. പൊതുവെ പുരോഗതി ഉണ്ടാവും. അപ്പം നമ്മുടെ പ്രവൃത്തികളൊക്കെ അംഗീകരിക്കപ്പെടുന്നത് കൊണ്ട് നമുക്ക് സാമാന്യം സന്തോഷവും സിദ്ധിക്കുന്നതാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെയുള്ള ആരോപണങ്ങൾ നേരിടേണ്ടി വരും എന്നുള്ളത് സത്യമാണ്. എത്ര സമൂഹത്തിന് വേണ്ടി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താലും ചെറിയ ചെറിയ ആരോപണങ്ങൾ ആരെങ്കിലുമൊക്കെ ഉന്നയിക്കും. പിന്നെ അവരുടെ പരിഹാര കർമ്മങ്ങൾ നോക്കുമ്പോൾ ശാസ്താവിന് വഴിപാടുകൾ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. വക്ര രീതിയിലുള്ള ശനിയുടെ സഞ്ചാരമായതുകൊണ്ട് ശാസ്താവിന് നീരാജനം നടത്തുന്നത് നല്ലതാണ്. മാസത്തിലെ ആദ്യ ശനിയാഴ്ചയോ അല്ലെങ്കിൽ പക്കപ്പിറന്നാൾ ദിവസമോ ഒക്കെ അത് നടത്തുക. ശാസ്താവിന് ശംഖുപുഷ്പം കൊണ്ട് അർച്ചന നടത്തുക നല്ലതാണ്. നെയ്വിളക്ക് തെളിയിക്കുന്നതും വളരെ ഉത്തമമാണ്. പിന്നെ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർ ഗണപതി ഭഗവാന് കറുകമാല സമർപ്പിച്ചിട്ട് അതിനുവേണ്ടി ശ്രമിക്കുക. ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിക്കുന്നത് വളരെ ഉത്തമമാണ്. ശനിയുടെ ആനുകൂല്യങ്ങൾ കിട്ടാനും ശനിദോഷം നന്നായിട്ട് മാറിപ്പോകാനും സഹായിക്കും. കർമ്മരംഗത്ത് എതിർപ്പുകൾ കുറയാനും ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അടുത്തത് കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രക്കാരാണ്. ഉത്രത്തിൻ്റെ 3/4 ഭാഗവും അത്തവും ചിത്തിരയുടെ ആദ്യ പകുതിയുമാണ് കന്നിക്കൂറിൽ വരുന്നത്. അവർക്ക് 6-ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്ന സമയമാണ്. അപ്പോൾ ശനിയുടെ ഗ്രഹചാരഫലം നോക്കുമ്പോൾ 3, 6, 11 എന്നീ ഭാവങ്ങളിലാണ് ശനി ഏറ്റവും കൂടുതൽ ഗുണഫലം നൽകുന്നത്. അതിൽ ഈ 6-ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്ന ഒരു കാലമാണ് ഇപ്പം കന്നിക്കൂറുകാർക്ക് വരുന്നത്. അപ്പോൾ ശനി വക്രത്തിൽ വരുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന മാറ്റം എന്തൊക്കെയാണെന്ന് നോക്കിയാൽ ശത്രുനാശവും രോഗശാന്തിയും കാര്യാദികളിൽ വിജയവും അവർക്ക് ഉണ്ടാകും. അപ്പോൾ ഏത് കാര്യത്തിന് ഇറങ്ങിയാലും വിജയം ഉണ്ടാകും. പക്ഷേ നേരത്തെ പറഞ്ഞ 2 കൂറിൽപ്പെട്ട നക്ഷത്രങ്ങളുണ്ടല്ലോ, മേടക്കൂറിലും ധനുക്കൂറിലും പെട്ട നക്ഷത്രങ്ങളുടെ കാര്യം പറഞ്ഞല്ലോ. അശ്വതി, ഭരണി, കാർത്തിക, മൂലം, പൂരാട, ഉത്രാടം. ഈ 2 കൂറുകളിൽപ്പെട്ട നക്ഷത്രക്കാർക്കും ഗുണകരമാണ്. അത്രയും ധനഭാഗ്യ യോഗം കന്നിക്കൂറുകാർക്ക് ഉണ്ടാവുകയില്ല. പക്ഷേ രോഗശാന്തിയൊക്കെ ഉണ്ടാകും. രോഗമൊക്കെ മാറിയിട്ട് സുഖകരമായ ശാരീരിക അവസ്ഥ ഉണ്ടാകും. ധനലാഭം അല്പം കുറവായിരിക്കും. പക്ഷേ സാമാന്യം വ്യാപാര വിജയമുണ്ടാകും. ജോലി മുഖേന ലഭിക്കുന്ന ശമ്പളത്തിൽ വർധനവുണ്ടാകും. അതിൽ നിന്ന് കുറേ ധനം ശേഖരിച്ചു വെക്കാനും ഭാവിയിലേക്ക് നിക്ഷേപമായിട്ട് ഉപയോഗിക്കാനൊക്കെ കഴിയും. നേരത്തെ നടത്തിയ നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം കിട്ടുന്ന സമയമാണ്. ഷെയർ മാർക്കറ്റിലോ മ്യൂച്വൽ ഫണ്ടിലോ ഒക്കെ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക്, ഉത്രമത്തം, ചിത്തിര നക്ഷത്രക്കാർക്ക് ഈ സമയത്ത് നല്ല എമൗണ്ട് ലാഭമായിട്ട് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നന്നായിട്ട് കടം വീട്ടാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ്. നിലവിലുള്ള കടം നല്ലൊരു പരിധി വരെ വീട്ടിയെടുക്കാം. അല്ലെങ്കിൽ കുറേയെങ്കിലും നമുക്ക് അടച്ച് തീർക്കാം. പണയ സ്വർണ്ണമൊക്കെ എടുക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ വക്ര കാലം ഗുണകരമായിട്ട് ഉപയോഗിക്കുക. പക്ഷേ ഇപ്രാവശ്യത്തെ ഈ ശനിയുടെ വക്രകാലം അവർക്ക് പൂർണ്ണഫലം ലഭിക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്. അത് ഗുണദോഷ സമ്മിശ്രമാണ് അവരുടെ പൊതുഫലം എന്ന് പറയാം. അതിൻ്റെ ഒരു കാരണം ചൊവ്വ അവരുടെ 8-ാം ഭാവത്തിലും 9-ാം ഭാവത്തിലുമായിട്ടാണ് സഞ്ചരിക്കാൻ പോകുന്നത് ഈ സമയത്ത്. ചൊവ്വ ഇപ്പം മേടത്തിൽ നിന്ന് ഇടവത്തിലേക്ക് മാറും, പിന്നെ മിഥുനം, കർക്കടകം അങ്ങനെ സഞ്ചരിക്കും. അപ്പോൾ അതത്ര ഗുണകരമായ കാലഘട്ടമല്ല. അവർക്ക് പല രീതിയിലുള്ള മാനസിക സമ്മർദ്ദങ്ങൾ അനുഭവപ്പെടാം. പക്ഷേ വ്യാഴം 9-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് അവർക്ക് ഗുണകരമാണ് കന്നിക്കൂറുകാർക്ക്. അതേസമയത്ത്
മോശം ഒരവസ്ഥയാണ് കേതു ജന്മക്കൂറിൽ സഞ്ചരിക്കുന്നു എന്നുള്ളത്. അവർക്ക് തടസ്സങ്ങളും വിഷമതകളും അതുകൊണ്ട് നേരിടേണ്ടി വന്നേക്കും. അപ്പം നമ്മൾ ഈ കൂറുഫലം പറയുമ്പോൾ ശനിയെ മാത്രം വെച്ച് പറഞ്ഞാൽ അനുഭവമായിട്ട് പൂർണ്ണമായിട്ട് ഒത്തുവരികയില്ലാത്തതുകൊണ്ടാണ് ഈ കാര്യം കൂടെ ഇതിനകത്ത് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഈ കന്നിക്കൂറിൽപ്പെട്ടവർക്ക് പരിപൂർണമായിട്ടും ധനഭാഗ്യയോഗം ഇല്ലെങ്കിലും കുറേയെങ്കിലും അവർക്ക് ധനം ലഭിക്കും. കടം വീട്ടാനും അവർക്ക് സാധിക്കും. കടം വീട്ടാനുള്ള കുറേ അവസരങ്ങൾ അവരുടെ ലൈഫിലുണ്ടാകും. അത് നന്നായിട്ട് ഉപയോഗിക്കുക. അപ്പം പതിവ് പോലെ ശനിദോഷം മാറ്റാനായിട്ട്, അല്ലെങ്കിൽ ശനിയുടെ ഈ അവസ്ഥ, ശനി നമുക്ക് അനുഗ്രഹം നൽകുന്ന ഈ കാലം നന്നായിട്ട് ഉപയോഗിക്കാനായിട്ട് ശാസ്താവിന് വഴിപാടുകൾ ചെയ്യുക. നവഗ്രഹ ക്ഷേത്രത്തിൽ ശനിക്ക് നീരാജനം നടത്തുക. ശാസ്താവിന് നീരാജനം നടത്തുന്നത് പോലെ തന്നെ ശനിക്കും ചെയ്യാവുന്നതാണ്. അപ്പോൾ ശനിയുടെ ആനുകൂല്യങ്ങൾ പൂർണ്ണമായിട്ട് കിട്ടാനും ദോഷഫലങ്ങൾ ഒഴിവാകാനും ഈ വഴിപാടുകൾ സഹായിക്കും. ശാസ്താവിന് നെയ്വിളക്ക് തെളിയിക്കുന്നത് വളരെ നല്ലതാണ്. ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിക്കുന്നത് ഉത്തമമാണ്. വെണ്ണ സമർപ്പിക്കുന്നത് നല്ലതാണ്. മാല കെട്ടി സമർപ്പിക്കുന്നത്, തുളസി പൂക്കൾ കൊണ്ടുള്ള മാല കെട്ടി സമർപ്പിക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ നാരങ്ങയും വെറ്റിലയും കൂടെ ചേർത്ത് കോർത്ത മാലകളുണ്ട്, അതൊക്കെ സമർപ്പിക്കുന്നത് വളരെ ഉത്തമമായ വഴിപാടുകളാണ്. അത്രയൊക്കെ ചെയ്താൽ മതി. വലിയൊരു വഴിപാടൊന്നും നടത്താതെ തന്നെ നല്ല ഫലം ലഭിക്കുന്നതാണ്. കേതുദോഷം മാറുന്നതിന് ഗണപതിക്ക് വഴിപാടുകൾ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. കേതുദോഷം മാറാൻ ഗണപതിക്കാണ് വഴിപാട് ചെയ്യേണ്ടത്. പിന്നെ അതേ സമയത്ത് കുടുംബദേവതയ്ക്കും കൂടെ ഒരു അർച്ചന കൊടുക്കുകയാണെങ്കിൽ ജോലി ലഭിക്കാനും ഈ കിട്ടുന്ന സമ്പത്ത് നമുക്ക് ഉപയോഗപ്രദമായിട്ട് കൈകാര്യം ചെയ്യാനും ഒക്കെ സാധിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അടുത്തത് മിഥുനക്കൂറാണ്. ഈ മിഥുനക്കൂറുകാർക്ക്, മിഥുനക്കൂറിൽ വരുന്ന ഏതൊക്കെയാണ്? മകയിരം, തിരുവാതിര, പുണർദം. ശരിക്കും പറഞ്ഞാൽ മകയിരത്തിൻ്റെ രണ്ടാമത്തെ പകുതിയും തിരുവാതിരയും പുണർദത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവുമാണ് മിഥുനക്കൂറിൽ വരുന്നത്. അവർക്ക് ശനി 9ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. 9ാം ഭാവം എന്ന് പറയുന്നത് ഭാഗ്യഭാവമാണ്. ഈ 9ൽ ശനി ധനം നൽകും, എങ്കിലും അതിനൊരു പ്രത്യേകതയുണ്ട്. അർഹതപ്പെടാത്ത ധനം നൽകും എന്നും കൂടെ നമുക്ക് അതിന് ഒരു ഫലം കൽപ്പിക്കേണ്ടതുണ്ട്. അതായത് വ്യാഴം 9ൽ വരുമ്പം നൽകുന്ന ധനം പോലെ അല്ല ശനി നമുക്ക് തരുന്നത്. ചിലപ്പോൾ അത് പിടിച്ചെടുക്കുന്നതാകാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കുറുക്കു വഴികളിൽ കൂടെ ലഭിക്കുന്നതാകാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അധ്വാനിച്ചതിൻ്റെ, വേറെ ആരെങ്കിലും എന്ന് പറഞ്ഞാൽ നമ്മുടെ പിതാവ് അധ്വാനിച്ചതിൻ്റെയോ സഹോദരങ്ങളുടെ അധ്വാന ഫലമായിട്ടോ ഒക്കെ വരുന്ന ധനവും ആകാം. ചൊവ്വ പോലെ പിടിച്ചെടുക്കുന്ന ഒരു രീതി ആയിരിക്കില്ലെങ്കിലും പൂർണ്ണമായിട്ടും നമുക്ക് നമ്മുടെ പരിശ്രമം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ധനമാകാൻ സാധ്യത ഇല്ല 9ലെ ശനി നൽകുന്നത്. അപ്പം നേരായ വഴിക്കല്ലാതെ ധനലാഭം വന്നു ചേരും എന്നർത്ഥം. അതായത് ഈ പിന്നെ ജാതകത്തിലെ പ്രത്യേകത അനുസരിച്ച് ഈ രാഹുവും കേതുവും ഒക്കെ നിൽക്കുന്ന സ്ഥാനമൊക്കെ അനുസരിച്ച് കൈക്കൂലിയായിട്ടോ ഒക്കെ കിട്ടുന്നതും നമുക്കിതിനകത്ത് പറയേണ്ടതുണ്ട്. ചില ജോലികളിലൊക്കെ ഇരിക്കുന്നവർ അങ്ങനെ കോഴ വാങ്ങിക്കുന്നതും ഒക്കെ ഉണ്ടല്ലോ. അതൊക്കെ ഈ 9ലെ ശനി സഞ്ചരിക്കുന്ന സമയത്ത് അങ്ങനെയുള്ള കുറേ ധനലാഭവും അവർക്ക് കിട്ടും. പക്ഷെ അതൊന്നും നമുക്ക് ഗുണകരം എന്ന് പറയാൻ ഒക്കുകയില്ല. അതൊന്നും നമുക്ക് ഉപകാരപ്പെടണമെന്നില്ല. പിന്നെ നോർമലായിട്ട് നമുക്ക് കിട്ടുന്ന ഏതാണ്? കൃഷി മുഖേന കുറേ ധനം ലഭിക്കുന്നതാണ്. അത് ഗുണകരമായിട്ട് വരും. പിതൃവഴിയിലുള്ള ബന്ധുക്കളോട് വിദ്വേഷം ഉണ്ടാകാനും സാധ്യതയുണ്ട്. അത് കുടുംബ വീതം സംബന്ധിച്ചുള്ള തർക്കമായിട്ടായിരിക്കും പിതൃവഴിയിലുള്ള കലഹം ഉണ്ടാകാൻ സാധ്യത ഉള്ളത്. വ്യാപാരത്തിൽ സാമാന്യം ലാഭം കിട്ടുന്ന കാലഘട്ടമാണ്. കൃഷി സംബന്ധമായ വ്യാപാരങ്ങളിൽ കൂടുതൽ ലാഭം ഉണ്ടാകും. അപ്പോൾ ഇത് നമുക്ക് ശനി കൊണ്ടുള്ള ഫലം എന്ന് പറയാം. അപ്പോൾ പൂർണ്ണ ഗുണം അല്ല, ഭാഗ്യഭാവത്തിലാണ് ശനിയെങ്കിലും പൂർണ്ണമായിട്ടും ഗുണകരമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ബുധൻ്റെ കാര്യം നോക്കുമ്പോൾ ഇതേ സമയത്ത് മിഥുനത്തിൽ സഞ്ചരിക്കുന്നു, അതിനുശേഷം കർക്കടകത്തിൽ, അതിനുശേഷം ചിങ്ങം, കന്നി, ഈ ഇത്രയും രാശികളിൽ കൂടെയൊക്കെ ബുധന് ഈ സമയത്ത് സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിൽ ജന്മക്കൂറിൽ കൂടി സഞ്ചരിക്കുന്ന സമയം ധനഭാഗ്യയോഗമുള്ള സമയമാണ്. ബുധൻ ഏകദേശം 1 മാസമാണല്ലോ ഒരു രാശി സഞ്ചരിക്കുന്നത്. അപ്പം ശനി ജൂൺ 29 മാറിയാൽ നവംബർ വരെ ഉള്ള കാലഘട്ടത്തിനിടയ്ക്ക് ബുധൻ ഏതാണ്ട് 5ഓ 6ഓ രാശി മാറും. അതിൽ ജന്മക്കൂറിൽ മിഥുനത്തിൽ കൂടെ തന്നെ സഞ്ചരിക്കുന്ന ഈ സമയം ധനലാഭത്തിനുള്ള യോഗം ഉണ്ട്. അതുപോലെ തന്നെ ശുക്രനും ധനഭാഗ്യയോഗം എത്തുന്നുണ്ട്. മിഥുനക്കൂറുകാർക്ക് ജൂൺ 29 ആകുമ്പോഴത്തേക്കും ബുധൻ കർക്കടകത്തിലേക്ക്, അതായത് ധനഭാവമായ 2ാം ഭാവത്തിലേക്ക് മിഥുനക്കൂറുകാർക്ക് എത്തിച്ചേരും.
കുറച്ച് കഴിയുമ്പോൾ ശുക്രനും അവിടെ എത്തിച്ചേരും. അതായത് ബുധ-ശുക്ര യോഗം അവർക്ക് കർക്കിടകത്തിൽ ഉണ്ടാകും, ധനഭാവത്തിൽ അല്ലെങ്കിൽ 2ാം ഭാവത്തിൽ ഉണ്ടാകും. ആ സമയത്ത് ഈ ശനിയുടെ ആനുകൂല്യം കൂടെ വരുന്നത് കൊണ്ട് അവർക്ക് ധനം ലഭിക്കും. ഈ ധനം ഈ ശനിയുടെ ഒരു എഫക്റ്റ് ഉള്ളത് കൊണ്ട് പൂർണ്ണമായിട്ടും നമുക്ക് ഗുണകരമാകണമെന്നില്ല, എങ്കിലും അതുപോലെ തന്നെ നേരായ വഴിയിലാകണമെന്നും ഇല്ല, കുറുക്കു വഴിയിലൂടെയൊക്കെ ആകാം. പക്ഷേ ഈ സമയത്ത് അവർക്ക് കടങ്ങൾ വീട്ടാൻ സാധിക്കും. ഈ പണം കുറേയെങ്കിലും നമുക്ക് എടുത്തിട്ട് കുറേ കടമൊക്കെ വീട്ടാനായിട്ട് സാധിക്കും. വലിയ നിക്ഷേപമൊന്നും ഇടാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നില്ല നമ്മുടെ ഗ്രഹാവസ്ഥ വെച്ച്. എങ്കിലും കടങ്ങൾ വീട്ടാൻ സാധിക്കുന്നതിന് ജീവിതത്തിൽ വലിയ ഒരു നേട്ടമാണ്. നമ്മുടെ മക്കൾക്കെങ്കിലും അതിൽ നിന്ന് ഒരു മോചനം കിട്ടുന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അതേസമയത്ത് തന്നെ മുൻകാലത്തുള്ള പല ആഗ്രഹങ്ങളും സാധിക്കും. പല സാധനങ്ങളൊക്കെ വാങ്ങിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു, അതൊക്കെ ഈ സമയത്ത് വാങ്ങിക്കാനായിട്ട് പറ്റും. അതുപോലെ കുറേയൊക്കെ അധികാരവും സ്വാധീനവും ഒക്കെ കിട്ടുന്ന കാലഘട്ടമാണ്. സമൂഹത്തിൽ കുറച്ച് സ്വാധീനം ഉണ്ടാകും. പ്രത്യേകിച്ച് രാഷ്ട്രീയ പ്രവർത്തകർക്കൊക്കെ സമൂഹത്തിൽ കുറച്ചുകൂടെ സ്വാധീനവും അംഗീകാരവും ഒക്കെ കിട്ടുന്ന കാലമാണ്. ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെ പരാജയപ്പെടുത്താനായിട്ട് സാധിക്കും. അതുപോലെ സുഖഭോഗങ്ങൾ കുറേയൊക്കെ അനുഭവിക്കാനായിട്ട് സാധിക്കും. നല്ല ഭക്ഷണം, നല്ല യാത്രകൾ, ഇഷ്ടപ്പെട്ട യാത്രകൾ, നല്ല സൗഹൃദങ്ങൾ, ഇതൊക്കെ ഈ സമയത്ത് ഉണ്ടാകാം. പുതിയ വാഹനം വാങ്ങിക്കാനും ഈ സമയത്ത് സാധിച്ചേക്കാം. അപ്പോൾ പൂർണ്ണമായിട്ടും അനുകൂലമല്ല. അതുപോലെ തന്നെ പൂർണ്ണമായിട്ട് അനുകൂലമല്ല എന്ന് പറഞ്ഞാൽ കിട്ടുന്ന ധനം കിട്ടും, ആ ധനം നമുക്ക് പൂർണ്ണമായിട്ട് സന്തോഷകരമാകണമെന്നില്ല. വീട് മോടി പിടിപ്പിക്കാനൊക്കെ സാധ്യതയുണ്ട്. ഇതിനൊരു ചെറിയ ബുദ്ധിമുട്ട് വരുന്നൊരു ഗ്രഹാവസ്ഥ കൂടെ ഉണ്ട്. വ്യാഴം 12ലാണ് മിഥുനക്കൂറുകാർക്ക് വരുന്നത്. അപ്പോൾ 12ലെ വ്യാഴം എന്ന് പറയുന്നത് ഒട്ടും ഗുണകരമല്ല. ചെലവിൻ്റെ സ്ഥാനമല്ലേ 12, അവിടെയാണ് ധനാധിപൻ പോയി നിൽക്കുന്നത്. ധനകാരകനായ വ്യാഴം, ധനാധിപനല്ല, ധനകാരകനായ വ്യാഴം നിൽക്കുന്നത് 12ലായതുകൊണ്ട് തന്നെ ഈ 12ലെ വ്യാഴം എന്ന് പറയുന്നത് ഗുണകരമല്ല എന്ന് നമ്മൾ പല സ്ഥലത്തും വായിച്ചിട്ട് കാണുമല്ലോ. ദൈവാധീനം വളരെ കുറയും. അതുകൊണ്ട് തന്നെ ഈ ലഭിക്കുന്ന ധനം ഉപകാരപ്രദമായിട്ട് കയ്യിൽ വെക്കാൻ കഴിയണം എന്നില്ല. കുറേ ചിലവായി പോവും, നല്ലപോലെ ചിലവായി പോകാനുള്ള സാധ്യതയുണ്ട്. ഈ ചിലവായി പോകുമ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ കുറേ കടം വീട്ടുക, അതുപോലെ തന്നെ അത്യാവശ്യം വീട്ടിലോട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെക്കുക. നിക്ഷേപമായിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്ന് ഒരു ഉറപ്പുമില്ല, അത് ചിലവായി പോകാനാണ് സാധ്യത. ജൂലൈ 12 ചൊവ്വ ഇടവൻ രാശിയിലേക്ക് വരുന്നു. അപ്പം ചൊവ്വയും 12ലേക്ക് വരുന്നു. ഈ ചൊവ്വ 12ലോട്ട് വരുമ്പം രോഗം മൂലമുള്ള ധനനഷ്ടം ഉണ്ടാകും, ദുർവ്യയം ഉണ്ടാകും. കൂട്ടുകാരൊക്കെ ആയിട്ട് ചേർന്ന് വെറുതെ പൈസ ചിലവാക്കി കളയാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. പാർട്ടി നടത്തിയും അല്ലെങ്കിൽ നമ്മളെവിടെയെങ്കിലും ചുറ്റി സഞ്ചരിച്ചുമൊക്കെ. ഇത് പൂർണ്ണമായിട്ടും ആസ്വാദ്യമാകണമെന്നില്ല. അങ്ങനെ വെറുതെ പണം പോകുന്ന ചില അവസ്ഥകൾ ഉണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ അവർ ഭദ്രകാളി ദേവിക്ക് ആദ്യമായിട്ട് വഴിപാട് ചെയ്യണം. അതായത് ഈ ദോഷകരമായ എഫക്റ്റുകളൊക്കെ ഒഴിവാക്കാനായിട്ട് ദേവിക്ക് വഴിപാട് ചെയ്യുക. പിന്നെ ശനി നൽകുന്ന ആനുകൂല്യങ്ങൾ തടസ്സം കൂടാതെ ലഭിക്കാനായിട്ട് ശാസ്താവിന് വഴിപാട് ചെയ്യുക. ശാസ്താവിന് നെയ്വിളക്ക് എല്ലാ മാസവും ഏതെങ്കിലും ഒരു ദിവസം നെയ്വിളക്ക് തെളിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ശനിയുടെ വക്രകാലത്ത് നീരാജനം ശാസ്താവിന് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെ ശനിക്ക് എള്ളുതിരി തെളിയിക്കുന്നതും വളരെ ഗുണകരമാണ്. ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിക്കുന്നത് ഈ നക്ഷത്രക്കാർക്കും വളരെ ഗുണകരമാണ്. കുടുംബദേവതയ്ക്ക് ഏതെങ്കിലും വഴിപാട് ചെയ്തിട്ട് നിങ്ങൾ ജോലിക്കും പുതിയ വ്യാപാരം തുടങ്ങാനൊക്കെ ശ്രമിച്ചാൽ അത് കൂടുതൽ ഫലപ്രാപ്തിയിൽ എത്തിക്കാനായിട്ട് സാധിക്കും. കുടുംബദേവത പ്രസാദിച്ച് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ധനം കുറേയെങ്കിലും നല്ല രീതിയിൽ വിനിയോഗിക്കാൻ സാധിക്കും. ഇനി ഡെപ്പോസിറ്റ് ഒന്നും ഇടാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് കിട്ടുന്ന ധനം കടം വീട്ടാനോ അതുപോലെ തന്നെ വീടിൻ്റെ അത്യാവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്യാനോ ഒക്കെ ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ ഇത്രയും നക്ഷത്രക്കാർക്കാണ് ഈ ശനിയുടെ വക്രഗതിയിലുള്ള സഞ്ചാരം മൂലം പെട്ടെന്ന് ധനഭാഗ്യയോഗം ഉണ്ടാകാനും അതുപോലെ തന്നെ നല്ലൊരളവ് വരെ കടം വീട്ടാനും സാധിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഒത്തുവരുന്നുണ്ടെങ്കിൽ, ആ സമയത്ത് ഒത്തുവരുന്നു എങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് അപേക്ഷിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ഈ വഴിപാടുകളൊക്കെ നിങ്ങൾക്ക് ഈ സമയത്തുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. അപ്പോൾ ഈ നക്ഷത്രക്കാർ ഈ ഭാഗ്യയോഗം വരുന്നതിനായിട്ട് ഈ വീഡിയോയിൽ പറഞ്ഞ വഴിപാടുകളൊക്കെ ചെയ്യുന്നത് ഏറ്റവും ഉത്തമമാണ്. അപ്പോൾ അതൊക്കെ ചെയ്യാനായിട്ടും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളെ നമ്മൾ തന്നെ നന്നായിട്ടൊന്ന്
മനസ്സിലാക്കി വെക്കുക. എപ്പോഴും നമ്മൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് അവലോകനം ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോഴേ നമുക്ക് അവസരങ്ങൾ കൃത്യമായിട്ട് തിരിച്ചറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകാനായിട്ട് ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.